നമ്മൾ സ്ട്രോക്ക് രണ്ട് തരത്തിൽ തിരിച്ചാൽ 80% സ്ട്രോക്കുകളും ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു രക്തയോട്ടം ഓടുന്ന ഒരു ബ്ലഡ് വെസൽ എന്തെങ്കിലും പോയിട്ട് അടയുന്നു, രക്തക്കട്ട പോയിട്ട് അടഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്ക് രക്തം എത്താതെ വരുന്ന, അതാണ് 80%. ഒരു 20% ആൾക്കാർക്ക് ബ്ലീഡിങ് കൊണ്ടുണ്ടാവുന്ന സ്ട്രോക്കാണ്. അവിടെയാണ് നമ്മൾ BP പെട്ടെന്ന് പൊങ്ങിയിട്ടോ അല്ലെങ്കിൽ തലച്ചോറിൽ വേറെ എന്തെങ്കിലും അന്യൂറിസം എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും റപ്ചർ ആയിട്ട് പൊട്ടിയിട്ട് അവിടെ ബ്ലീഡിങ് ആയിട്ടുണ്ടാവുന്നത്, പൊട്ടിയിട്ട് മേലോട്ട് പോവുകയും മേലെ പോയിട്ട് ഇവിടെ ഉള്ള രക്തക്കുഴൽ കുറച്ച് വലുതാണ്, മേലെ എത്തുമ്പോൾ അത് ബ്രാഞ്ച് ആകുമ്പോൾ ചെറിയ ചെറിയ രക്തക്കുഴലാവും. ഈ ചെറുത് പോകുന്നത് മേലെ പോകുമ്പോൾ ഒന്നിനെ ടോട്ടലായിട്ട് അടക്കാൻ മാത്രം ഉള്ള ഒരു സൈസ് ആവും. അപ്പൊ അത് പോയിട്ട് അടയുന്നു. നമ്മുടെ ഓരോ മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴും ഓരോ മില്യണോളം ലക്ഷക്കണക്കിന് ന്യൂറോൺസ് സെല്ലുകൾ, ബ്രെയിനിന്റെ സെൽസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പേനയുടെ നിബിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു ദ്വാരം കാലിൽ നമ്മൾ ഇടുക ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അത് അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട്, അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയിട്ടാണ് എവിടെ നിന്ന് ഇടുക. ഈ അബ്നോർമൽ ആയിട്ടുള്ള വെയിൻ എന്ന് പറഞ്ഞില്ലേ, തടിച്ച വെയിൻ താഴെ നിന്ന് അതുവഴി മെഡിക്കൽ ട്യൂബ് കത്തീറ്റർ മേലേക്ക് എത്തിക്കും, എവിടെയാണോ വാൽവ് കേടായിട്ടുള്ള അവിടെ വരെ. എന്നിട്ട് പ്രോഗ്രസീവ്ലി ആ ഗ്ലൂ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് വന്നിട്ട് അത് ടോട്ടലി അടച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റായി എത്തിയിരിക്കുന്നത് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കണ്ണൂരിന്റെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് TV പ്രസാദ് സാറാണ്. സാറിനോട് ചോദിക്കാം. സാറ് ഇമ്പോർട്ടൻ്റ്ലി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല സ്ട്രോക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ സ്ട്രോക്ക് എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് പറയാനുള്ളത്? സ്ട്രോക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മസ്തിഷ്കാഘാതം, അല്ല നമ്മൾ പൊതുവെ പറയാ പക്ഷാഘാതം. പക്ഷാഘാതം എന്ന് പറയുന്ന ഇതാണ്. തലച്ചോറിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം പല കാരണങ്ങൾ കൊണ്ട്, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടും. ഒന്നിക്കൽ അത് ബ്ലോക്ക് ആയിട്ടാവാം, അല്ലെങ്കിൽ അവിടെ ബ്ലീഡിങ് ആയിട്ടാവാം. രക്തയോട്ടം തടസ്സപ്പെടുകയും തലച്ചോറിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമാവുകയും ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആ തലച്ചോറ് ബോഡിയുടെ ഏത് ഭാഗത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഭാഗത്ത് ഉണ്ടാകുന്ന ബലക്ഷയത്തെയാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള നിലക്ക് വീട്ടിലൊക്കെ ആവുമ്പോൾ കാണാറ് തല കറങ്ങി വീഴുക, അധികം ബാത്റൂമിലൊക്കെ ആയിരിക്കും, അറിയാതെ കുറെ സമയം അവിടെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം സിറ്റുവേഷനിൽ ഒന്നുകിൽ പേഷ്യന്റിന് അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? അതാണ് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം. ഇത് സാധാരണ ഒരു തലകറക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിടും. ഭൂരിപക്ഷം ആൾക്കാർക്കും ഏതെങ്കിലും ബോഡിയുടെ ഒരു പാർട്ട്, ഏറ്റവും കോമൺ ആയിട്ട് മുഖം കോടുക, ചുണ്ട് ഒരു ഭാഗത്തോട്ട് കോടുക, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നിൽക്കില്ല, സൈഡിലൂടെ ഇങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ, അതാണ് ചുണ്ട് കോടൽ. അല്ലെങ്കിൽ ഒരു കയ്യിൽ തരിപ്പായിട്ട്, കയ്യോ കാലിലോ തരിപ്പോ ചെറിയ വീക്ക്നെസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ തലകറക്കമായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ്. പിന്നെ അവിടുന്ന് അത് കൂടിക്കൂടി വരിക ചെയ്യുക, കൂടിക്കൂടി വരിക. അപ്പോഴാണ് ആൾക്കാർക്ക് അവെയർ ആവുക അതിനെപ്പറ്റി. അതായത് ഞാൻ കണ്ടിട്ടുള്ളത് ചിലവര് ഇപ്പൊ എല്ലാരും വീട്ടിൽ തന്നെ എല്ലാ ഡയഗ്നോസിസിനുള്ള ഒരു മെഷീനറീസ് ഒക്കെ കോമൺ വെക്കും. ഇപ്പം BP മോണിറ്റർ ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അത് BP ചിലയാളത് നോക്കാതെ ഉപ്പിട്ട് വെള്ളം കൊടുക്കും. ഇത്തരം ഒരു കോമൺ സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ ടൈം പീരീഡ് കഴിയുമ്പോഴാണ് അധികവും ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പൊ അതാണ് സാർ പറഞ്ഞു കോടിപ്പോന്ന് പറഞ്ഞു. അപ്പൊ അത്തരം ലക്ഷണങ്ങൾ കാണിക്കാത്തവരും ഇല്ലേ ഉണ്ടാവാം, അതിലാണ് ഇങ്ങനെ പെട്ടുപോകുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് തലകറക്കം, സാധാരണഗതിയില് തലകറക്കം എല്ലാ ബ്രെയിൻസ് ഇഷ്യൂവിന്റെയും ലക്ഷണമായിട്ട് വരാം കേട്ടോ. അപ്പൊ ഈ മുഖം കോടലോ അല്ലെങ്കിൽ കൈകാൽ വീക്ക്നെസ്, അതാണ് ഒരു കോമൺ സിംറ്റംസ് ആയിട്ട് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാറ് ഒരു ഭാഗം. അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതാവുക, മുഖം കോടി പോവുക, അല്ലെങ്കിൽ കണ്ണടക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, ഒരു ഭാഗത്തെ ബോഡിയുടെ ഒരു ഭാഗത്ത് വരിക. ഇതിൽ നമ്മൾ സ്ട്രോക്ക് രണ്ട് തരത്തിൽ തിരിച്ചാൽ 80% സ്ട്രോക്കുകളും ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു രക്തയോട്ടം ഓടുന്ന ഒരു ബ്ലഡ് വെസൽ എന്തെങ്കിലും പോയിട്ട് അടയുന്നു, രക്തക്കട്ട പോയിട്ട് അടഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്ക് രക്തം എത്താതെ വരുന്ന, അതാണ് 80%. ഒരു 20% ആൾക്കാർക്ക് ബ്ലീഡിങ് കൊണ്ടുണ്ടാവുന്ന സ്ട്രോക്കാണ്. അവിടെയാണ് നമ്മൾ BP പെട്ടെന്ന് പൊങ്ങിയിട്ടോ അല്ലെങ്കിൽ തലച്ചോറിൽ വേറെ എന്തെങ്കിലും അന്യൂറിസം എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും റപ്ചർ ആയിട്ട് പൊട്ടിയിട്ട് അവിടെ ബ്ലീഡിങ് ആയിട്ടുണ്ടാവുന്നത്. ആ ബ്ലീഡിങ് ആയിട്ട് ഉണ്ടാവുന്നവർക്ക് ഒരു ഡ്രമാറ്റിക് പ്രസന്റേഷൻ ആയിരിക്കും. അവർക്ക് തലകറക്കം വരാം, അപസ്മാരം വരാം, പെട്ടെന്ന് ബോധക്ഷയം വരാം, മനസ്സിലല്ലേ? അങ്ങനെ ഇനി ഇതേ സ്ട്രോക്ക്, ഈ രക്തയോട്ടം അടയുന്ന ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴലിനെയാണ് അടയുന്നതെങ്കിൽ അവർക്ക് ടോട്ടലി ബോധം ഇല്ലാതെയും പ്രസന്റ് ചെയ്യാം. അപ്പം നോർമലി കോമൺലി വരുന്നത് ക്ലോട്ടാണ് പ്രധാന. ക്ലോട്ട് അടഞ്ഞിട്ടാണ് വരിക. ഈ ക്ലോട്ട് ഉണ്ടാവുന്നതിന് കാരണം എന്താ? ക്ലോട്ട് പൊതുവെ ഒരു പ്രായമാകുമ്പോൾ അവരുടെ സ്മോക്കിംഗ് ഹിസ്റ്ററി, ഷുഗർ, ഒരുപാട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് പ്രശ്നം കൊണ്ട്
അവിടെ ഈ കഴുത്തിൽ നിന്നാണ് നമ്മുടെ തലച്ചോറിലേക്ക് രക്തയോട്ടം പോകുന്നത്. അപ്പൊ ഇത് കഴുത്തിലുള്ള ഒരു രക്തക്കുഴലില് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലാസിക്കലി പറയുന്ന പോലെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്ന പ്ലാക്സ് എന്ന് പറയും. അവിടെ അടിഞ്ഞു കൂടി അതിന് ചുരുക്കം വരും. അപ്പൊ അവിടുന്ന് ചെറിയ ചെറിയ കട്ടകള് പൊട്ടിയിട്ട് മേലോട്ട് പോവുകയും മേലെ പോയിട്ട് ഇവിടെ ഉള്ള രക്തക്കുഴൽ കുറച്ച് വലുതാണ്. മേലെ എത്തുമ്പോൾ അത് ബ്രാഞ്ച് ആകുമ്പോൾ ചെറിയ ചെറിയ രക്തക്കുഴലാവും. ഈ ചെറുത് പോകുന്നത് മേലെ പോകുമ്പോൾ ഒന്നിനെ ടോട്ടലായിട്ട് അടക്കാൻ മാത്രം ഉള്ള ഒരു സൈസ് ആവും. അപ്പൊ അത് പോയിട്ട് അടയുന്നു. ചില ആൾക്കാർക്ക് കാർഡിയാക് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഹാർട്ടിന്റെ അകത്ത് ചിലപ്പോൾ രക്തക്കട്ടകൾ രൂപപ്പെടും. അത് തലച്ചോറിലേക്ക് പോയിട്ട് അത് അടഞ്ഞിട്ടും വരാം. അതല്ലെങ്കിൽ തലച്ചോറിന്റെ അകത്ത് തന്നെ ഓൾറെഡി രക്തക്കുഴൽ ചുരുക്കമുള്ള അവസ്ഥകൾ ഉണ്ടാവും. പ്രായമായ ആൾക്കാരിൽ, ഡയബറ്റിക്സിൽ അല്ലെങ്കിൽ സ്മോക്കേഴ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തന്നെ ആ ചുരുക്കത്തിന്റെ മേലെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ അടഞ്ഞുകൂടി രക്തക്കട്ടകളായിട്ടും സ്ട്രോക്ക് വരാം. അതായത് ഒന്നുകിൽ പ്രായം അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ, രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ അതാണ് കൂടുതൽ കാണുന്നത്. ജനറ്റിക്കലി അല്ലെങ്കിൽ നോർമൽ അങ്ങനെ ഒന്നും വരാൻ സാധിക്കും. അങ്ങനെയുള്ളത് വളരെ റെയർ ആയിട്ടാണ്, വളരെ റെയർ ആയിട്ടാവും. ചില ആൾക്കാർ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും ചില ആളുടെ ബോഡിയിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറുപ്പത്തിലേ വരാം. അതുകൊണ്ട് പ്രായം ഒരു ഫാക്ടർ അല്ല. പക്ഷെ ഒരു 40 വയസ്സിന് മേലുള്ളവർക്കാണ് നമ്മൾ വളരെ കൂടുതലായിട്ട് കാണും. കോമൺലി ആഫ്റ്റർ 40s കണ്ടുവന്നിട്ടുള്ളത്. ഇതിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ത്രോംബോലൈസിസിലേക്കാണോ നമ്മൾ ആദ്യം പോവുക, അല്ല ത്രോംബക്ടമി? ഈ ബ്രെയിനിന്റെ കാര്യത്തിൽ പറയാം, എപ്പോഴും ടൈം ഈസ് ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ് പറയാം. ഈ നമ്മളുടെ ഓരോ മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴും ഓരോ മില്യണോളം ലക്ഷക്കണക്കിന് ന്യൂറോൺസ് സെല്ലുകൾ, ബ്രെയിനിന്റെ സെൽസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തലച്ചോറിലേക്ക് രക്തയോട്ടം നിന്ന് പോയാൽ അത് പുനഃസ്ഥാപിക്കപ്പെടാൻ നമുക്ക് അലോഡ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്, ഒരു ടൈം വിൻഡോ. അതിനെ ഗോൾഡൻ ടൈം എന്ന് പറയാം. 6 hours ആണ് ഐഡിയൽ. 6 hours നമുക്ക് ആ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഒരു 95% അവരുടെ ഫംഗ്ഷൻ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? അപ്പോ ഒരു ആള് സ്ട്രോക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഈ ലക്ഷണം തുടങ്ങിയത് എപ്പോഴാണ്? തുടങ്ങിയ ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 10 മണിക്ക് തുടങ്ങി ഒരു 12 മണിക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മുടെ അടുത്ത് 2 മണിക്കൂറായി എന്നുള്ളതാണ് ആ തുടങ്ങിയ ടൈം. അത് ചിലപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങി ഒരു 2-3 മണിക്കൂർ വീട്ടിൽ തന്നെ കുഴമ്പൊക്കെ തടവിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആയി. ഇപ്പൊ ഈ 4.5 മണിക്കൂറിനുള്ളിലാണ് ഒരു രോഗി എത്തുന്നതെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് കൈയിലൂടെ ഗ്ലൂക്കോസ് കയറ്റുന്നത് പോലെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഇതിനെയാണ് ത്രോംബോലൈസിസ് എന്ന് പറയാം. IV, അത് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കുന്നത്. അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വേറെ അവർക്ക് കോൺട്രാ ഇൻഡിക്കേഷൻ, വേറെ അവർക്ക് ബ്ലീഡിങ് പ്രോബ്ലമോ തലച്ചോറിൽ ട്യൂമറോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ഉറപ്പുവരുത്തിയാൽ 4.5 മണിക്കൂറിനുള്ളിൽ എത്തുന്ന ഒരു രോഗിക്ക്, ലക്ഷണം തുടങ്ങിയിട്ട് 4.5 മണിക്കൂറിനുള്ളിൽ എത്തുന്ന ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ത്രോംബോലൈസിസ് എന്ന് പറയുന്നത്. ഈ ത്രോംബോലൈസിസ് കൊടുക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട രക്തക്കുഴലാണോ അടഞ്ഞത് അതോ ചെറിയ രക്തക്കുഴലാണോ അടഞ്ഞതെന്ന് നോക്കുന്നില്ല. CT സ്കാൻ എടുക്കുന്നു, ബ്ലീഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു, ബ്ലീഡിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ബ്ലീഡിങ് ഉണ്ടായ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ലൈനേ വേറെ ആയിരിക്കും. പിന്നെ BP കൺട്രോളും ബ്ലീഡിങ്ങിന്റെ ഫോളോ അപ്പും, അതിന് സർജറി വേണോ, ബ്രെയിൻ തുറന്നിട്ടുള്ള സർജറി വേണോ എന്നുള്ള രീതിയിലായിരിക്കും. ബ്ലീഡിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. 4.5 മണിക്കൂറിനുള്ളിലാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്, ഇമേജിങ്ങിലും അതിനെ സപ്പോർട്ടീവ് ആണെങ്കിൽ കൊടുക്കുന്നതാണ് IV ത്രോംബോലൈസിസ്. അതിൽ കിട്ടിയിട്ടില്ലെങ്കിലാണോ നമ്മൾ അടുത്ത സ്റ്റേജിൽ? അല്ല, അപ്പൊ നമ്മളുടെ ഇമേജിങ്ങിൽ തന്നെ അതൊരു പേഷ്യന്റിന്റെ ലക്ഷണങ്ങളും ഇമേജിങ്ങും വെച്ചിട്ട് പ്രധാനപ്പെട്ട രക്തക്കുഴലുകളുണ്ട്. അതായത് 2 തലച്ചോറിലേക്കും പോകുന്ന MCAയുടെ തുടക്കം, ICA എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രക്തക്കുഴൽ, അല്ലെങ്കിൽ പുറകുവശത്ത് പോകുന്ന ബേസിലർ ആർട്ടറി, വെർട്ടബ്രൽ ആർട്ടറി വരുന്നത് പ്രധാനപ്പെട്ട രക്തക്കുഴൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ IV ത്രോംബോലൈസിസ് കൊണ്ട് മാത്രം അവയെ തുറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ആ രക്തക്കട്ടയെ പുറത്തെടുക്കണം. അതിനാണ് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്നത്. ത്രോംബസ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട, മെക്കാനിക്കൽ നമ്മൾ അവിടെ പോയിട്ട് അത് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്രെയിൻ തുറന്നിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ പലപ്പോഴും കാലിലെ രക്തക്കുഴൽ വഴി പോയി, ഹാർട്ട് വഴി പോയി, ഏത് രക്തക്കുഴലാണോ അവിടേക്ക് പോകുന്നത്. അതിന് സ്പെഷ്യൽ പൈപ്പുകളുണ്ട്, സ്പെഷ്യൽ കത്തീറ്റേഴ്സ്, സ്പെഷ്യൽ സ്റ്റെൻസ്, ഡിസൈൻഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡിവൈസ് സംഭവങ്ങളുണ്ട്. അവിടെ പോയിട്ട് ആ ക്ലോട്ടിനെ നമ്മൾ വലിച്ചെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് സെക്കൻഡ്സ് കൊണ്ട് അത് തീരും. നമ്മൾ ആ സ്റ്റെപ്സ്, അത് അവിടെ എത്താനുള്ള ഒരു ടൈമും ഗ്യാപ്പും ബുദ്ധിമുട്ടും മാത്രമേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രക്തയോട്ടം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ത്രോംബക്ടമിയിൽ അധികം പലപ്പോഴും ഡെത്ത് സംഭവിക്കുന്നത് അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒന്ന് ടൈമാണ്. ടൈം നമ്മൾ ഡിലേ ആയിട്ട് പോകും തോറും ഈ 6 hours, അത് ഈ 4.5 മണിക്കൂറാണ് ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രോംബക്ടമിയുടെ ഐഡിയൽ വിൻഡോ 6 hours ആണ്. ത്രോംബക്ടമിയുടെ ഐഡിയൽ വിൻഡോ 6 hours ആണ്. എന്നാൽ ഇപ്പോൾ പുതിയ പേപ്പേഴ്സിൽ പേഷ്യന്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി ഈവൻ 24 hours വരെ ചെയ്യാം. ചില പ്രത്യേക സാഹചര്യം, ഇപ്പൊ തലച്ചോറിന്റെ പുറകുവശത്തുള്ള രക്തക്കുഴലാണെങ്കിൽ 24 മണിക്കൂർ വരെ ചെയ്യാം. കാരണം അത് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ഉറപ്പാവുന്നുള്ള കണ്ടീഷൻസിൽ.
അപ്പൊ ഇത് രക്തയോട്ടം നമ്മൾ അടഞ്ഞിടക്കുന്നത് തുറന്നു കൊടുക്കുമ്പോൾ 6 മണിക്കൂറിന് ശേഷമൊക്കെയാണ് ചെയ്യുന്നത്, ഡിലേ ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള റിസ്ക്കും അവിടെ ഒരു നീര് വരാനുള്ള റിസ്ക്കും അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടാവാം. അങ്ങനെ വന്നിട്ടാണ് ചില പേഷ്യൻസിൽ ഡെത്ത് വരാനുള്ള ഒരു സാധ്യത പറയുന്നത്. സാറിന്റെ ഈ കൺസൾട്ടേഷനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്റെ അഭിപ്രായം ഇതില് ഒരു ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 5% താഴെയുള്ള ഒരു പേഷ്യന്റ് മാത്രമേ അങ്ങനെ ഒരു ബ്രെയിനിൽ നീര് വന്ന് പിന്നെ ഒരു സർജറിക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ. വേറെ ഒരു പേഷ്യന്റ് ഇപ്പൊ റീസെന്റ് ആയി ചെയ്തൊരു കേസ് പോയിക്കാണ്, ടേബിളിൽ തന്നെ പേഷ്യന്റെ വീക്ക്നെസ് ഇമ്പ്രൂവ് ആയി. നമ്മളെ ഫുള്ളി ഒരു കൈ കാലം തീരെ അനങ്ങാതെ കിടക്കുന്ന രോഗിയായിരുന്നു. നമ്മൾ ആ ക്ലോട്ട് എടുത്ത് കഴിഞ്ഞ് പേഷ്യന്റ് ടേബിളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൈ പൊക്കി തുടങ്ങി, കാല് പൊക്കി തുടങ്ങി. 2-3 ദിവസം കൊണ്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി. സാധാരണ കാണാറുള്ളത് അവർ കുറെ ഫിസിയോതെറാപ്പി ചെയ്ത് മാസങ്ങളോളം അത് നമ്മളിപ്പോ ത്രോംബോലൈസിസ് മാത്രമേ കൊടുത്തുള്ളൂ ആ രോഗിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കും അതാണ്, പേഷ്യന്റ് ജീവൻ രക്ഷപ്പെടും പക്ഷെ വീക്ക്നെസ് അവിടെ ഉണ്ടാവും. ആ വീക്ക്നെസ് പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ഒരു പരിധി വരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ. അതും പ്രധാനപ്പെട്ട രക്തക്കോല അടഞ്ഞിട്ടുള്ള ഒരു മേജർ സ്ട്രോക്ക് ആണെങ്കിൽ അത് തന്നെ ചിലപ്പോൾ ഡെത്തിലേക്ക് നയിക്കുക വരുന്നില്ല. കാരണം അത് കാരണം തന്നെ ബ്രെയിനിൽ ഇടിയുമ വരാം, പ്രശ്നങ്ങളിലേക്ക് പോകും. അവരുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ആവാൻ വളരെ സാധ്യത കുറവാണ് അങ്ങനെയുള്ള മെയിൻ വെസൽസ്. അങ്ങനെയുള്ള ലാർജ് വെസൽ ഒക്ലൂഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രക്തക്കോല അടയുന്നതിനാണ് ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമിയുടെ റോള് വരുന്നത്. ഈ ഏറ്റവും അവസാനം സാറിന്റെ അടുത്ത് എത്തുന്ന ഒരു പേഷ്യന്റ് എല്ലാ പെർസെന്റേജും ഇനിയില്ല, നമുക്ക് അതിന്റെ പീരീഡ് ഒക്കെ കഴിഞ്ഞു പോയി എന്ന് തോന്നിയ ഏതെങ്കിലും പേഷ്യന്റിനെ നമുക്ക് അങ്ങനെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ വലിയൊരു റിസ്ക് ഉണ്ടാവും. നമ്മൾ പറയും ഇതിലൊരു 50% ചാൻസേ ഉള്ളൂ. 50% പേഷ്യന്റ് ബാഡ് ആവും, 50% പേഷ്യന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട പേഷ്യൻസും ഉണ്ട്. അത് നമ്മളെ CT സ്കാൻ MRI ചെയ്ത് നോക്കുമ്പോൾ ഈവൻ ടൈം ഡിലേ ആയാലും ബ്രെയിനിൽ ഇനിയും സാൽവേജബിൾ ടിഷ്യൂ, ഇനിയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന ടിഷ്യൂ കുറെ ബാക്കിയുണ്ടെന്ന് നമുക്ക് കാണുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഹോപ്പ് കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ CT സ്കാനിൽ നോക്കുവാണ് വലിയൊരു ഏരിയ ഓൾറെഡി ഇൻഫാക്ട് ഡെവലപ്പ് ചെയ്തു, അങ്ങനെയുള്ള കേസിൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അവരോട് പറയും. ഓൾറെഡി ഡിലേ ആയി, ഇനി അത് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. സ്കാനിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ. പിന്നെ ഒരു 50-50 അല്ലെങ്കിൽ 20-80 ആ റിസ്ക് എടുത്തിട്ട് ചെയ്യാൻ ചിലർ തയ്യാറായാൽ ചെയ്യാവുന്ന മാത്രം. ഈ ത്രോംബെക്ടമി ചെയ്തവർക്ക് ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി ഇതൊന്നും വേണ്ടി വരുന്നില്ല എന്നാണോ സാർ? അവർക്ക് വേണ്ട എന്നല്ല, ചിലപ്പോൾ അവരുടെ ഇപ്പം നമ്മൾ പവർ 1 to 5 ആണ് ഗ്രേഡ് ചെയ്യുക. ഇപ്പൊ ഒരു 0 പവറുള്ള ഒരാളെ കൊണ്ടുവരുന്നതിനേക്കാൾ അവരിപ്പോ ത്രോംബെക്ടമി കഴിഞ്ഞ് പവർ 4-ലാണ്, പിന്നെ 5-ലേക്ക് എത്താനുള്ള ഒരു ഫിസിയോ ചിലപ്പോൾ കുറച്ചേ വേണ്ടി വരുള്ളൂ. അവര് ഡിപ്പെൻഡന്റ് ആവില്ല ആൾക്കാരുടെ മേലെ. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ലൈഫ് ലോങ് സംബഡി ഹാസ് ടു ടേക്ക് കെയർ, ആരെങ്കിലും അവരെ നോക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവര് റിക്കവർ ആയി, പക്ഷെ ഒരു 6 മാസം ഒരു 1 year കഴിയുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ്? അല്ല, അവർക്ക് ഓൾറെഡി അത് വരാൻ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് ഇവാലുവേഷൻ ഒക്കെ നമ്മൾ ആ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് നടത്തും. എന്തുകൊണ്ട് ഇവർക്ക് സ്ട്രോക്ക് വന്നു, കഴുത്തിലെ രക്തക്കുഴൽ ചുരുങ്ങി കിടക്കുവാണോ, അവിടെ വല്ല സ്റ്റെൻഡിങ്ങിന്റെ ആവശ്യമുണ്ടോ, മനസ്സിലായില്ലേ, കാർഡിയാക് ഇഷ്യൂ കാരണമാണോ സ്ട്രോക്ക് വന്നത്, അത് സ്ട്രോക്ക് വന്ന കാരണങ്ങളും പാരലായിട്ട് നമ്മൾ അന്വേഷിക്കുകയും അത് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇതിനെ എഫക്ട് ചെയ്യുന്നത്? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു പരിധി വരെ എഫക്ട് ചെയ്യും. നമ്മുടെ ഹോർമോണൽ വേരിയേഷൻസ്, BP വേരിയേഷൻസ്, അതൊക്കെ രക്തക്കുഴലിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമതും വരുന്ന ഒരു സാഹചര്യം. അല്ല, അങ്ങനെയല്ല, അവരുടെ ബോഡിയിൽ ഓൾറെഡി രക്തക്കുഴലുകൾ കുറച്ച് ഡാമേജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ല, പല ഏരിയയിലായിട്ട് വന്നു കഴിഞ്ഞു. ഇത് അതിന്റെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് നമുക്കൊരു സ്ട്രോക്ക് വരുന്നതെങ്കിൽ അവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ചില അവിടെ ഇവിടെയൊക്കെ രക്തക്കുഴൽ ചുരുങ്ങിയിട്ടുണ്ടാവാം. അല്ല, അത് നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രാവശ്യം അവിടെ തന്നെ വരണം എന്നില്ല, ചിലപ്പോൾ വേറെ ടെറിട്ടറിയിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ ഒരു മെഡിസിൻ ഒക്കെ പ്രോപ്പറായി ഫോളോ ചെയ്യുന്നുണ്ട്, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, സ്മോക്കേഴ്സ് ആണെങ്കിൽ, ഡയബറ്റീസ് നല്ല കൺട്രോളിലാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത. എനിക്കറിയുന്ന ഒരു പേഷ്യന്റ്, അവർക്ക് സ്മോക്കിംഗ് ഇല്ല, അവരിങ്ങനെ സ്ട്രോക്ക് റിക്കവർ ആയ എല്ലാം കറക്റ്റ് ആയി ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം നടക്കും എന്നുള്ള രീതിയിലായപ്പോ വീണ്ടും സ്ട്രോക്ക് വന്നു അല്ലേ. അപ്പൊ അതാണ് അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഈ ഇവാലുവേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞത് കഴുത്തിലുള്ള രക്തക്കുഴൽ ചിലപ്പോൾ ഒരു 90% ചുരുക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊരു BP ഫോളോ മതി ഒരു സ്ട്രോക്ക് വരാൻ. അപ്പൊ അത് പണ്ടത്തെ രീതിയിൽ അത് തുറന്നിട്ടില്ല ഓപ്പറേഷൻ, ഇപ്പൊ അതിന് സ്റ്റെൻഡിങ് ഉണ്ട് കഴുത്തിലേക്കുള്ള. നമ്മള് അത് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഓരോരാൾക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാവും. അല്ല, നമുക്കും അറിയില്ല, നമ്മളിങ്ങനെ പുറമേന്ന് കാണുന്നത് മാത്രമേ ഇവാലുവേഷൻ അല്ല. അപ്പൊ അവർക്കും ആ ഒരു ഫിയർ ഉണ്ട്, നമ്മളിത് എന്തുകൊണ്ട് വരുന്നുള്ളൂ. അപ്പൊ അവിടെ അന്നേരം ഇവാലുവേഷൻ വന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ
ഒരു 45 ആ ഏജിലുള്ള ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് ഫാമിലി എന്നെല്ലാം ഡൗൺ ആയി പോകുന്നുള്ളൊരു ഇത് വരുമ്പോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് വന്നതായിരിക്കും. അതുപോലെ തന്നെ സാർ വരുന്ന ഒരു വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നെ വെനാസിൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്, വെരിക്കോസ് വെയിൻ. അതും ഒരു പുതിയ ടെക്നോളജി അല്ലേ? നമ്മള് ലേസർ ടെക്നോളജി ഇതുമായിട്ട് എന്തെങ്കിലും? ഇല്ല, വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. പാരമ്പര്യമുണ്ട്, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പ്രഗ്നൻസിക്ക് ശേഷം കൂടുതലും കാലുകളിലാണ് കാണുക, ബാക്കിയുള്ള ഏരിയാസ് ജെനിറ്റൽസിലും എല്ലാം വരാം. വാരിക്കോസ് വെയിൻ ബേസിക്കലി ചുരുണ്ട് കിടക്കുന്ന രക്തക്കുഴലുകൾ, വെയിൻസ് കാലിൽ വരുന്നതിൽ. ഇപ്പൊ ബേസിക്കലി അതിലൊക്കെയുള്ള വാൽവുകൾ, അതായത് നമ്മള് പണ്ട് ഇരുകാലി ആയിരുന്നല്ലോ നമ്മുടെ ഇവല്യൂഷണറി ആണ്, നമ്മൾ രണ്ട് കാലിലും നടന്നു തുടങ്ങിയത്. ഇപ്പൊ ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ എവല്യൂഷണറി മെക്കാനിസംസ് ആണ്. ഈ വെയിൻസിലൊക്കെ വാൽവ്സ് ഉണ്ട്, അതായത് ബ്ലഡ് ഒരു ഭാഗത്തോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഈ വാൽവ്സിന് ഡാമേജ് വരുമ്പോൾ എന്താ വെച്ചാൽ ബ്ലഡ് തിരിച്ചും പോയി തുടങ്ങും. അപ്പൊ തിരിച്ച് ബ്ലഡ് താഴോട്ട് ഇറങ്ങും, അതായത് മേലോട്ട് പോകേണ്ട രക്തക്കുഴൽ വഴി താഴോട്ട് ഇറങ്ങി തുടങ്ങുമ്പോൾ കാലിലുള്ള അബ്നോർമലി തടിച്ചുരുണ്ട് കിടക്കുന്ന വെയിനുകളാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരിക്കൽ കാണാൻ ഒരു ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്ക്, കാണാനില്ല കോസ്മെറ്റിക് ഇഷ്യൂ. രണ്ട് കാലിൽ നീര് വന്നു തുടങ്ങും. പിന്നെ അവിടെയുള്ള സ്കിന്നിനൊക്കെ ചേഞ്ചസ് വരും, സ്കിൻ തിക്കൻ ഉണ്ടാവും, സ്കിന്നിൽ കളർ ചേഞ്ച് വരും. പ്രോഗ്രസീവ്ലി ഈ കളർ ചേഞ്ച് വരുന്ന സ്കിന്നിൽ അൾസർ വരും, വ്രണങ്ങൾ ബന്ധപ്പെടും, അത് ഉണങ്ങാൻ വൈകുക, ചിലപ്പോൾ അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് ആവുക. ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളാണ് ഇതിന്റെ സ്റ്റേജസ് ആയിട്ട് പറയാം. ഇത് പല സ്റ്റേജിലായിരിക്കും രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള അതിന്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് ആ വാൽവ് നന്നാക്കാനുള്ള ഒരു ചികിത്സയില്ല. ആ അബ്നോർമലായി കിടക്കുന്ന വെയിൻസ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ചികിത്സ പണ്ടുണ്ടായി. സ്ട്രിപ്പിംഗ് എന്ന് പറയും, രണ്ട് ഭാഗത്തും തുറന്നിട്ട് അതിനെ വലിച്ചെടുത്ത് കളയാം, ഓപ്പൺ ചെയ്തിട്ട് എടുത്ത് കളയുന്നല്ലേ. പിന്നീട് ആവശ്യമില്ല, കാരണം അത് ഉണ്ടായിട്ടും നമുക്ക് ദ്രോഹം മാത്രമേ ഉള്ളൂ ആ വെയിൻസ് കൊണ്ട്. നമ്മുടെ ബോഡിയിലത്തെ മസിലിന്റെ അകത്ത് ഡീപ്പ് വെയിൻസ് ഉണ്ട്, അതുവഴി നോർമലി ബ്ലഡ് ഫ്ലോ മേലേക്ക് പോയിക്കൊണ്ടുണ്ട്. ഇത് പുറമേയുള്ള സ്കിന്നിന്റെ തൊട്ടടിയിലുള്ള വെയിൻസ് ആണ് ഇത്. അപ്പൊ ഇത് പോകുന്നതുകൊണ്ട് കാലില് പ്രശ്നമില്ല, അത് ഉള്ളപ്പോഴാണ് കാലില് നീരും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് വന്ന പുതിയ ചികിത്സാ രീതികൾ ഒന്നാണ് ലേസർ. ലേസർ ചികിത്സയിലും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് ഒരു ലേസർ പ്രോബ് വെച്ചിട്ട് ചൂടാണ് ലേസറിൽ ഉണ്ടാക്കുക. ചൂട് വെച്ചിട്ട് ഈ അബ്നോർമൽ ആയിട്ടുള്ള വെയിൻസിനെ കരിച്ച് കളയാണ്. കരിച്ച് അത് ഒട്ടിച്ച് പിന്നെ അതിലൂടെ ആ ബ്ലഡ് താഴോട്ട് ലീക്ക് ആവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നില്ല. ലേസറും നല്ല ചികിത്സയാണ്. ലേസറിൽ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ അതിൽ കുറച്ച് ഇഞ്ചക്ഷൻസ് എക്സ്ട്രാ വരും, പേഷ്യന്റ് കുറച്ച് പെയിൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് 1-2 ദിവസങ്ങളിൽ ചെയ്യുന്ന സമയത്തും കുറച്ച്. വിനാസിൽ എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. വിനാസിൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ്, അതൊരു ടൈപ്പ് ഓഫ് ഗ്ലൂ ആണ്, മെഡിക്കൽ ഗ്ലൂ. അപ്പൊ വളരെ നമ്മളൊരു പേനയുടെ നിബിന്റെ വലുപ്പത്തിലുള്ള ഒരു ദ്വാരം കാലിൽ നമ്മൾ ഇടുക ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അത് അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട്, അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയിട്ടാണ് എവിടെ നിന്ന് ഇടുക. ഈ അബ്നോർമൽ ആയിട്ടുള്ള വെയിൻ എന്ന് പറഞ്ഞില്ല, തടിച്ച വെയിൻ താഴെ നിന്ന് അതുവഴി ഈ മെഡിക്കൽ ട്യൂബ് കത്തീറ്റർ മേലേക്ക് എത്തിക്കും, എവിടെയാണോ വാൽവ് കേടായിട്ടുള്ള അവിടെ വരെ. എന്നിട്ട് പ്രോഗ്രസീവ്ലി ആ ഗ്ലൂ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വന്നിട്ട് അത് ടോട്ടലി അടച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പെയിൻ ഇല്ല. 2 പേഷ്യന്റ് നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞാൽ അപ്പം തന്നെ പേഷ്യന്റ് നടത്തിക്കും, അന്ന് തന്നെ വീട്ടിൽ പോവാം, പിറ്റേ ദിവസം മുതൽ അവർക്ക് ജോലിക്ക് പോവാം. ഒരു റെസ്റ്റും കാര്യങ്ങളില്ല, മുറിവുകളില്ല, കാര്യമായിട്ട് മരുന്നുകളില്ല, ഒന്നുമില്ല ഇല്ല. അന്നത്തെ അത് രാവിലെ വന്ന് ഇത് നമ്മളൊരു 1 or 2 hours അതിന്റെ ടോട്ടൽ പ്രൊസീജിയർ ടൈം പറഞ്ഞു. പ്രൊസീജിയർ ടൈമിന് അത്രയില്ല, നല്ല പ്രിപ്പറേഷൻ പേഷ്യന്റ് കിടത്താൻ. അപ്പോൾ 2 hours പ്രൊസീജിയർ കഴിയുന്നു, ബാക്കി ഫോർമാലിറ്റീസ് കഴിയുന്നു, വീട്ടിൽ പോകുന്നു, അതിൻ്റെ ഇത് കഴിഞ്ഞു. ഈ വെയിന് ഒന്നിൽ കൂടുതൽ വെയിൻസിന് അങ്ങനെ ഉണ്ടാവൂലേ? ഉണ്ടാവും. സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെയിൻ ആണ് നമ്മൾ വിനാസിൽ ഒന്ന് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെയിൻ ഉണ്ട്, അതാണ് മേജർ കാരണങ്ങളായിരുന്നു, അതാണ് വിനാസിൽ വെച്ച് അടക്കുക. പിന്നെ ഈ ചെറിയ ചെറിയ വെയിൻസുകൾ ഉണ്ടാവും, അതിന് നമ്മൾ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗ്ലൂ ഉണ്ട്. അത് ലോക്കലി അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട് അതിൽ ഇഞ്ചക്ട് ചെയ്തതിന് അടക്കും. പിന്നെ പുറമേയുള്ള ടോർച്ചോസിറ്റീസിനെ ചില ഡോക്ടേഴ്സ് എടുത്തു കളയും, ചിലത് സ്ക്ലീറോതെറാപ്പി പറഞ്ഞിട്ട് എലമെന്റ് ഉണ്ട്, ചെറിയൊരു സൂചി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സ്ക്ലീറോസിൽ ഇഞ്ചക്ട് ചെയ്യും. അതും വന്നിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ട് കംപ്രഷൻ ബാൻഡേജ് കൊടുക്കും. അതൊരു 3 days അതുപോലെ ബാൻഡേജ് കെട്ടിയിട്ട് അതും അടഞ്ഞു പോകും. അപ്പൊ ഈ വെരിക്കോസ് വെയിനും കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ആൾക്കാർ പേടിയാണ്, സർജറി അല്ല ഇത് എന്ന് പറഞ്ഞാലും എന്നാലും എന്തോ ഉണ്ടല്ലോ. വെനാസിൽ ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു കൊടുത്തപ്പോ തന്നെ ആ ഒരു ഫിയർ മാറിയിട്ടില്ല. അപ്പൊ ഫിയർ മാറാനുള്ള സാർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഗ്ലൂക്കോസ് കയറ്റാൻ കയ്യിലൊരു ഇഞ്ചക്ഷൻ ഇടുന്നില്ലേ, അതുപോലത്തെ ഒരു ഇഞ്ചക്ഷൻ മാത്രമേ കാലിൽ വെക്കുന്നുള്ളൂ, അതും അത് തരിപ്പിച്ചിട്ട്. അവർക്ക് ഇഞ്ചക്ഷൻ വെക്കുന്ന ഫീലേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും അവരറിയാം ഒന്നുമില്ല. അവർ ജസ്റ്റ് അവിടെ കിടക്കുന്നു, അവരെ ഉറക്കുന്നില്ല, എല്ലാവരോടും സംസാരിച്ചോണ്ട് നമ്മൾ ചെയ്യുന്നത്.
അവര് അറിയുന്നുണ്ട് ഇത് ചെയ്ത് തീരുന്നത്, എന്നിട്ട് ഒരു ബാൻഡേജ് ഇടുന്നു. എത്ര മണിക്കൂറിന്റെ പ്രോസസ് ആയത്? 1 hour മാക്സിമം. അത്രേ ഉള്ളൂ. ഈ ബാൻഡേജ് എത്ര നാള് ഇടണം? ബാൻഡേജ് നമ്മള് ഡിപ്പെൻഡിങ് ഓൺ സ്ക്ലിറോതെറാപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 days കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറയും. ക്രീപ്പ് ബാൻഡേജ് ആണോ? ബാൻഡേജ്. പിന്നെ അങ്ങോട്ട് ഡേ ടൈമിൽ ഒരു 1 month അത് ചുറ്റാൻ പറയും. ഡേ ടൈമിൽ എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് കാലിന്. പകല് മാത്രം കെട്ടുക, രാത്രി കിടക്കുമ്പോൾ അത് അഴിച്ചിട്ട് കുളിച്ചിട്ട് കിടക്കാം. രാവിലെ ഒന്ന് കെട്ടുക. ഒരു 1 month ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഭയങ്കര ഒരുപാട് വാരിക്കോസിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ. തുടക്കത്തിലാണെങ്കിൽ അത്രയൊന്നും ആവശ്യം വരില്ല. ഈ വാരിക്കോസ് വെയിൻ വരുന്നത് നമുക്ക് നേരത്തെ മനസ്സിലാവും. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും, സ്കിന്നിന്റെ മേലെ ഇതിങ്ങനെ കണ്ടു തുടങ്ങും, ബൾജ് ആവുന്നത് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും. അപ്പൊ അധികം ഡോക്ടേഴ്സും പറയാം സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറയും. ആ സ്റ്റോക്കിങ്സിൽ ഇത് മാറുമോ? ശരി, സ്റ്റോക്കിങ്സിൽ മാറുമല്ല ചെയ്യുന്നത്, അതിന്റെ പ്രോഗ്രഷൻ നമുക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ബൾജ് ആവാതിരിക്കും. അത്ര ബൾജ് മാത്രമല്ല, വീനസ് റിട്ടേണിന് ഹെൽപ്പ് ചെയ്യും. മേലോട്ട് രക്ത ഓട്ടത്തിന് അത് ഹെൽപ്പ് ചെയ്യും. രക്തം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോഴാണല്ലോ ഇത് ബൾജ് ആവുന്നതും വീക്ക് ആവുന്നതും. അപ്പൊ അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രോഗ്രഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ബൾജ് ആവാത്തവർക്കും നമുക്ക് ഇത് ചെയ്യും. ഇപ്പൊ ബൾജ് ഇപ്പൊ എന്റെ മദറിന്റെ ഒക്കെ കാണുന്നുണ്ട്, ബൾജ് ആയിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇപ്പൊ കാണാം ഈ തുടയിൽ ഇതൊക്കെ കളറ് മാറിയിട്ടുണ്ട്. ഡോപ്ലർ സ്കാനിലാണ് നമ്മളെല്ലാം തീരുമാനിക്കുക. ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലാണ് പുറമേ കാണുന്നത്, അല്ലാതെ അകത്ത് വേറെ വെയിന്റെ വാൽവ് കേടുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുവഴിയാണ്. ഈ റെഡിഷ് കളറിൽ കാണുന്നത് എന്താ? റെഡിഷ് അല്ലെങ്കിൽ ഭയങ്കര ഗ്രീൻ ആയിട്ട് കാണും. ഒന്ന് അവരുടെ ഭയങ്കര ഫെയർ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ തിന്നായിട്ടുള്ള സ്കിന്നിന്റെ അടിയിലുണ്ടെങ്കിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. വളരെ ചെറുത്. അതിന് വളരെ ചെറിയ ലോക്കൽ ഇഞ്ചക്ഷൻ തെറാപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ്. അതിന്റെ ലേസർ അവൈലബിൾ ആണ്. അകത്തെ വെയിൻസ് ഒക്കെ നോർമൽ ആണെങ്കിൽ തന്നെ. അപ്പൊ ആദ്യം അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ ഡോപ്ലർ ചെയ്തിട്ട് ഉള്ളിലുള്ള വെയിനുകളുടെ ഘടന ആദ്യം നോക്കും, എത്രത്തോളം വാൽവിന് ഡാമേജ് ഉണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പൊ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ വിനാസിൽ നമ്മൾ പറയുമെങ്കിലും വിനാസിൽ മാത്രമാവില്ല, അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പെർഫറേറ്ററിൽ ഗ്ലൂ ഇടും, സ്ക്ലീറോതെറാപ്പി ചെയ്യും. അതൊക്കെ അതിന്റെ കൂടെ നമ്മൾ ചെയ്യും, എന്നാലേ അതൊരു കംപ്ലീഷൻ ആവുള്ളൂ. വിനാസിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ലോങ് സെഗ്മെന്റ് നമ്മൾ അടക്കാനുള്ള പ്രോസസ്സിനെയാണ് പറയുന്നത്. ഈ നരവ് പൊട്ടുന്ന ഒരവസ്ഥയും ഉണ്ടാവുന്നില്ലേ? ബൾജായി ചിലവർക്ക് അത് പൊട്ടുന്ന ഒരവസ്ഥ, പിന്നെ അത് ഡയബറ്റിക്കും കൂടി ആണെങ്കിൽ ബുദ്ധിമുട്ട്. അതെ, കുറച്ച് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട്. ഇത് ഈ അൾസറൊക്കെ ഹീൽ ആവണമെങ്കിൽ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും. കണങ്കാലിന് തൊട്ട് മേലേക്കാണ് പൊട്ടുക. അതൊരു പുണ്ണായിട്ട് അല്ല, അത് ജീവിതകാലം മുഴുവൻ അതിങ്ങനെ കെട്ടി നടക്കുന്ന ഡ്രസ് ചെയ്യുന്ന അവസ്ഥ എപ്പോഴും കാണുന്നത്. അതിനൊരു ഇതില്ലേ ശരിക്കും? ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങും. അല്ലേ? ഓക്കെ, അവർക്കും ഇത് ഓക്കെയാണ്. പൊട്ടിക്കഴിഞ്ഞാലും ചെയ്യാം, നമുക്ക് പൊട്ടിക്കഴിഞ്ഞാലും ചെയ്യാം. ഇത് ചെയ്താലേ പിന്നെ അത് ഹീലാവുള്ളൂ. പക്ഷെ അത് അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. അതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് ട്രീറ്റ്മെന്റ് തീർച്ചയായും ചെയ്യാം. ഇത് എത്രത്തോളം എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? ലേസർ ചികിത്സയാണെങ്കിൽ അറൌണ്ട് ഒരു 40,000-50,000 ഇടയിലാണ് വരിക. വിനാസിൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് ഒരു പാക്കേജ് ചെയ്യുകയാണെങ്കിൽ ഒരു 1.2-1.3 lakhs ഇടയിൽ. അത് എത്ര വെയിനായാലും? അത് എത്ര വെയിനാണ് അതിൽ ചെയ്യാം. എത്ര വെയിനാണ്? ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ ഇപ്പം ജീവിതകാലം മുഴുവൻ കാല് അങ്ങനെ വേദനിച്ചു നടക്കുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇതിൽ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ ആണ്, ഇത് തിരിച്ചു വരുമോ, റെക്കറൻസ് വരുമോ? അതെ അതെ അതെ. ഒരു 10% ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഏത് ടൈപ്പ് സർജറി ചെയ്താലും വരാം, കാരണം അവരുടെ വെയിനുകളുടെ ഘടന അങ്ങനെയാണ്. അപ്പോൾ അത് പക്ഷേ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു ലൈഫ് സ്പാൻ നോക്കുമ്പോഴേ അത് പേടിച്ച് നമ്മൾ ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല, കാരണം ഇത് സഹിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നടക്കേണ്ടത്. അപ്പൊ ആർക്കൊക്കെ തിരിച്ചു വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ചെറിയ ശതമാനം, 5-10% ആൾക്കാർക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ തിരിച്ചു വന്നാലും പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ ചെറുതായിരിക്കും, നമുക്ക് എളുപ്പമായിരിക്കും. ഏതെങ്കിലും ഒരു പെർഫറേറ്റർ ആയിരിക്കും, കാരണം മെയിൻ ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്ത് കഴിയും. ചെറുതായിട്ട് വരുന്നത് നമുക്കൊരു OPD ബേസിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ലേസറും RFA എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി ഇപ്പൊ ഒരു 10-15 വർഷമായി. നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അല്ല, അത് എത്രത്തോളം നിലനിൽക്കുന്നുള്ളത് പേഷ്യൻസിന് അറിയാനുള്ള ലേസറൊക്കെ എന്റെ അറിവിൽ തന്നെ ഒരു 15-20 വർഷത്തോളം. ഈ വിനാസിൽ വന്നത് ഇപ്പൊ ഒരു 3 to 4 years ആയിട്ടാണ് വിനാസിൽ വന്നിട്ടുള്ളത്. ഇല്ല, ഗ്ലൂ എല്ലാം ഒന്നുമില്ല. നമ്മളെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു മേഖലയാണ്. സ്ട്രോക്കിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നെഞ്ചുവേദന ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും
പെട്ടെന്ന് മരിച്ചോ എന്നുള്ള പേടിയിൽ എങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കും, അതെല്ലാവർക്കും അറിയാം. സ്ട്രോക്കിന് ഒരു കൈക്കൊരു തരിപ്പ് ഒന്ന് കുഴമ്പൊക്കെ തടവി നോക്കാം. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ കൈക്ക് അങ്ങനെ ഒക്കെ ആള് അതൊരു ആസിഡിറ്റിന്റെ ഞാൻ കണ്ടിട്ടില്ല. ആസിഡ് നേരത്തെ പറഞ്ഞ മനുഷ്യനൊക്കെ പിന്നെ ലൈഫ് ലോങ് അയാളുടെ ഈ കൈ വർക്ക് ചെയ്യുന്നില്ല, കാല് വർക്ക് ചെയ്യുന്നില്ല ഒരു അവസ്ഥ വരുമ്പോ അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ മരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അയാളുടെ ജീവിതം വേറൊരാളുടെ മേലെ ഡിപ്പെൻഡന്റ് ആയി, അയാൾക്ക് സ്വന്തം കാര്യം, അയാളുടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു അല്ലെ. ആ ഒരു കാര്യം ആൾക്കാർക്ക് പലപ്പോഴും ആ സമയത്ത് മനസ്സിലാവില്ല. അതായത് നമ്മളിപ്പോ ഒരു കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദനയൊക്കെ ആകുമ്പോൾ എല്ലാവരും അവയർനെസ് കൂടുതലാണ്, നമ്മളിത് പറഞ്ഞു. പക്ഷെ സ്ട്രോക്കിനെ കുറിച്ചിട്ട്, സ്ട്രോക്കിന്റെ ടൈമിനെ പറ്റിയുള്ള അവയർനെസ് ആണ് ആൾക്കാർക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് എത്തിയാലേ അതിന്റെ റിസൾട്ട് നന്നാവുള്ളൂ എന്നുള്ളത് വേണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 hours കഴിഞ്ഞിട്ട് എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും കാര്യമില്ല. അമേരിക്കയിലത്തെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല. ഒന്ന് സ്മോക്കേഴ്സ്, ഷുഗർ, പ്രഷർ, ഈ രോഗികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണാറ്. സ്ട്രോക്ക് വരുന്നതിന് കുറച്ചു കാലം മുമ്പ് തന്നെ ചില ആൾക്കാർക്ക് ഒരു ചെറിയ തരിപ്പ് പോലെ വരിക, എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നോർമൽ ആവുക, TIA എന്ന് പറയും. നമ്മളത് ഡയബറ്റിക് പേഷ്യന്റ് ഓൾറെഡി ആ തരിപ്പൊക്കെ ഉള്ളത് തന്നെ. പെരിഫറൽ ന്യൂറോപ്പതിന്റെ ഒരു തരിപ്പ്, കയ്യിലും കാലിലും വിരലിലൊക്കെ ഉള്ള ആ ഒരു തരിപ്പ് വേറെ ഒന്ന്. ഇത് ഇവർക്ക് പെട്ടെന്ന് വരുന്നൊരു സംഭവം, പെട്ടെന്ന് കൈയെടുക്കാൻ പറ്റാത്ത ഒരു ഫീൽ, പെട്ടെന്ന് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായി. അങ്ങനെയുള്ള സാധനം നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അതൊരു തുടക്കത്തിലെ ലക്ഷണങ്ങളായിട്ട് അവർക്ക് വരും. ഒരു മാസീവ് ആയിട്ടുള്ള സ്ട്രോക്ക് വരുന്നതിന് മുന്നേ ട്രാൻഷ്യന്റ് ഇഷ്കീമിക് അറ്റാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോ അങ്ങനെ വന്നാലും അവർ ശ്രദ്ധിക്കണം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് അതിന്റെ ബേസിക് ഇവാലുവേഷനിൽ ഇവരുടെ BP, ഷുഗർ, കൊളസ്ട്രോൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് പോലെ കഴുത്തിൽ, തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന്റെ ഈ ട്യൂബുകൾ, അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മനസ്സിലാവും അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചുരുക്കമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ സിംറ്റംസ് കാണിക്കാതെ തന്നെ, ഇപ്പൊ നേരത്തെ നമ്മൾ കാർഡിയാക് അറസ്റ്റിന് മുമ്പേ നമ്മൾ എപ്പോഴും ഒരു റുട്ടീൻ ഉണ്ട്, കൊളസ്ട്രോൾ ഇതൊക്കെ പരിശോധിക്കുന്നത്. അതേപോലെ ഈ സ്ട്രോക്കിന് നമുക്ക് അങ്ങനെ ഒരു റുട്ടീൻ, എന്തെങ്കിലും ഒരു ടെസ്റ്റിന്റെ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പ്രിക്കോഷൻ? അങ്ങനെ ടെസ്റ്റ് ആയിട്ടില്ല, ബേസിക് ലൈഫ് സ്റ്റൈൽ നന്നാക്കും, അതാണ് ഏറ്റവും ആൾക്കാർക്ക് ചെയ്യേണ്ടത്. സ്ട്രോക്കിനായിട്ടൊരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്ട്രോക്ക് ഒരു അക്യൂട്ട് ഇവന്റ് ആണല്ലോ, ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾ വരെ സ്ട്രോക്കിന് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്ട്രോക്കും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ അവയർനെസിന്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോ ഒരു 2 weeks ബാക്ക് ഒരു സ്ട്രോക്ക് ത്രോംബക്ടമി ചെയ്ത ഒരു ലേഡി, ആക്ച്വലി അവര് വിത്തിൻ 1.5 to 2 hours ആകുമ്പോൾ ഇവിടെ എത്തി. കാരണം എന്താ വെച്ചാൽ അവരുടെ അമ്മക്ക് സ്ട്രോക്ക് വന്നിരുന്നു. അവരുടെ അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ട് അവര് ലൈഫ് ലോങ് ബെഡ് റിഡൻ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ ലക്ഷണം വന്നപ്പോ തന്നെ അവർക്ക് ഇതെനിക്ക് വന്നുകൂടാ എന്നുള്ള ഇത് അവരുടെ ഫാമിലിക്കും ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അപ്പൊ അവര് അപ്പൊ തന്നെ വന്നു. അവര് 2 ദിവസം കൊണ്ട് ടോട്ടലി നോർമലായിട്ട് പോയി. അത് അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത് മനസ്സിലായത്. ആ ടൈം പീരീഡിന്റെ വില അവർക്ക് അറിയാം. അപ്പൊ നമ്മള് ത്രോംബക്ടമി കോസ്റ്റ്ലി ആണ്. അപ്പൊ ത്രോംബക്ടമിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അവർ വില്ലിങ് ആയി. ഇല്ലെങ്കിൽ പലപ്പോഴും എന്താ സംഭവിച്ചാല് കുറെ ഡോക്ടേഴ്സിന്, എല്ലാവർക്കും ഇപ്പൊ ഡോക്ടേഴ്സിന് അറിയാലോ, എല്ലാരെയും വിളിച്ച് ചോദിച്ചിട്ട് ഇതിന്റെ ടൈം അപ്പൊ ഇത് ഇവര് സമ്മതിച്ചാലോ അത് റെഡി ആയിട്ട് വരാൻ നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോ അതാണ് എത്രയും പെട്ടെന്ന് അതിന് ആൾക്കാർ അവെയർ ആവുകയും അതിന് തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. സ്ട്രോക്കിന്റെ പ്രത്യേകം എല്ലാരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുകയാണെങ്കിൽ അതിന്റെ ആ ഫസ്റ്റ് ടൈം കളയാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. അതെ, അതിന്റെ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റല്. ഇവിടെ എനിക്ക് കണ്ണൂര് നമുക്ക് കിംസ് ശ്രീചന്ദില് അതിന്റെ എല്ലാ ഫെസിലിറ്റീസും. അപ്പോൾ നമ്മളോട് ഇതുവരെ സംസാരിച്ച സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് TV പ്രസാദ് സർ, താങ്ക് യു സർ. താങ്ക് യു.